ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 കേരള PSC നടത്തിയ പരീക്ഷകളിലെ എൻവയോൺമെൻറ്റൽ സയൻസിൽ നിന്നും വൈൽഡ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള മുൻ വർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇവിടെ നമ്മൾ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് കേരള PSCയുടെ ഫൈനൽ ആൻസർ കീ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. താഴെ പറയുന്നവയിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം തീം എന്താണ്? ഒരു ഭൂമി മാത്രം. 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ തീമാണ് ഒരു ഭൂമി മാത്രം. അപ്പോൾ ഈ ലോക പരിസ്ഥിതി ദിനം വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ജൂൺ 5-ാം തീയതിയാണ്. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ പറ്റി ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ജൂൺ 5-ാം തീയതിയാണ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ജൂൺ 5 സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ട് ഹ്യൂമൻ എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ടൊരു കോൺഫറൻസ് നടന്നു. ആ കോൺഫറൻസിനെയാണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ്. ആ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972 നടന്ന ഫസ്റ്റ് ഡേ ആണ് ജൂൺ 5. അതുകൊണ്ടാണ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ജൂൺ 5 സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ഒരു ഭൂമി മാത്രമാണ്. 2023 തീം എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷനാണ്. 2023 തീം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ആൻസർ എ ആണ്, ഒന്ന് മാത്രമാണ് ശരിയായത്. അതായത് പാരിസ്ഥിതിക പുനഃസ്ഥാപനം, ഇക്കോ റിസ്റ്റോറേഷൻ ആയിരുന്നു ഈ വർഷത്തെ പ്രധാനപ്പെട്ട പ്രമേയം. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. 2021 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഹോസ്റ്റ് ചെയ്തത് പാകിസ്ഥാനാണ്. ആ വർഷം അതിൻ്റെ തീം എന്ന് പറയുന്നത്, പ്രധാന പ്രമേയം എന്ന് പറയുന്നത് പാരിസ്ഥിതിക പുനഃസ്ഥാപനം അഥവാ ഇക്കോ റിസ്റ്റോറേഷൻ ആയിരുന്നു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് 2021 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി ആതിഥ്യം വഹിച്ചത് ശ്രീലങ്ക ആണെന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്, ശ്രീലങ്കയല്ല. 2021 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ ഹോസ്റ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്, ശ്രീലങ്ക അല്ല, പാകിസ്ഥാനാണ്. സോ അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. 2020 കൊളംബിയ ആയിരുന്നു, 2021 പാകിസ്ഥാനായിരുന്നു, 2022 സ്വീഡൻ ആയിരുന്നു, 2023 ഐവറി കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഡി ഐവർ ആയിരുന്നു. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ആപ്തവാക്യം ഏത്? 2021 ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ, ഇക്കോ റിസ്റ്റോറേഷൻ. സോ 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ആപ്തവാക്യമാണ് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ലോക പരിസ്ഥിതി ദിനമായി വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആചരിക്കുന്ന ദിവസമാണ് ജൂൺ 5. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ജൂൺ 5. എന്തായിരുന്നു ജൂൺ 5 സെലക്ട് ചെയ്യാൻ കാരണം? 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടന്ന ദിവസം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ബി ആണ്, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ളത്. ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നിശബ്ദ വസന്തം എന്നത് റോബർട്ട് മക് ആർതറിൻ്റെ ഗ്രന്ഥമാണ്. ഇത് തെറ്റാണ്. കാരണം നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിങ് രചിച്ചത് ആരാണ്? റേച്ചൽ കാഴ്സൺ ആണ്. DDT പോലുള്ള കെമിക്കൽ പെസ്റ്റിസൈഡുകളുടെ നെഗറ്റീവ് എഫക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് റേച്ചൽ കാഴ്സൺ എഴുതിയതാണ് നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിങ്. അതുകൊണ്ടാണ് ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. സോ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആയിരിക്കുമല്ലോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. ജീവശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണ് പരിസ്ഥിതി ശാസ്ത്രം. പാരിസ്ഥിതിക ഘടനയുടെ ഏറ്റവും വലിയ അളവുകോൽ ബയോസ്ഫിയർ ആണ്. ജോർജ് പെർക്കിൻസ് മാർഷിൻ്റെ ഗ്രന്ഥമാണ് 1864 പ്രസിദ്ധീകരിച്ച മനുഷ്യനും പ്രകൃതിയും. സോ ജീവശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണ് പരിസ്ഥിതി ശാസ്ത്രം. പാരിസ്ഥിതിക ഘടനയുടെ ഏറ്റവും വലിയ അളവുകോൽ ബയോസ്ഫിയർ ആണ്. ജോർജ് പെർക്കിൻസ് മാർഷിൻ്റെ ഗ്രന്ഥമാണ് 1864 പ്രസിദ്ധീകരിച്ച മനുഷ്യനും പ്രകൃതിയും. ഇനി സൈലന്റ് സ്പ്രിങ് അഥവാ നിശബ്ദ വസന്തം ആരുടേതാണ്? റേച്ചൽ കാഴ്സൺ. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ളത് ആൻസർ ഡി ആണ്, 1, 2, 3. തന്നിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ വാസ് ദ തീം ഓഫ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഓഫ് ദ ഇയർ 2021. പാകിസ്ഥാൻ സെർവ്ഡ് ദ ഗ്ലോബൽ ഹോസ്റ്റ് ഫോർ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ 2021. Ecosystem restoration means a process of reversing the damage caused to the ecosystem and helps in its recovery. സോ തന്നിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആണ് സസ്യബുക്കുകൾ. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യബുക്ക് അഥവാ ഹെർബിവോസ്. സോ ഫുഡ് ചെയിനിലെ
പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ് സസ്യബുക്ക് അല്ലെങ്കിൽ ഹെർബിവോഴ്സ്. അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവിയിലായിരിക്കും? കടൽക്കാക്കകൾ. കാരണം എന്താണ്? ബയോമാഗ്നിഫിക്കേഷൻ പ്രോസസ്സ് വഴി ഫുഡ് ചെയിനിൻ്റെ ഓരോ ട്രോഫിക് ലെവലിൽ നിന്നും അടുത്ത ട്രോഫിക് ലെവലിലോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന കെമിക്കൽസിൻ്റെയൊക്കെ സാന്ദ്രത കൂടിക്കൊണ്ടിരിക്കും ബയോമാഗ്നിഫിക്കേഷൻ പ്രോസസ്സ് വഴി. സോ അങ്ങനെ നോക്കുമ്പോൾ കടൽക്കാക്കകളിലായിരിക്കും ഇതുപോലുള്ള കെമിക്കൽസിൻ്റെ സാന്ദ്രത കൂടുതൽ ഉണ്ടാവുക. സോ അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവിയിലായിരിക്കും? കടൽക്കാക്കകൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. ആൻസർ ബാക്ടീരിയ. വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയയും ഫംഗസൊക്കെ ആയിരിക്കും. വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? എപ്പിഫൈറ്റുകൾ. വാസസ്ഥലത്തിന് മാത്രമായിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത് ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ. ശവോപജീവികൾ എന്ന് പറയുന്നത് ഡെട്രിറ്റിവോഴ്സ് ആണ്. ഡെഡ് ബോഡീസിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കുന്നവയാണ് ശവോപജീവികൾ. ആരോഹികൾ എന്ന് പറയുന്നത് അവർക്ക് വളരാനും താങ്ങി പിടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു താങ്ങായിട്ട് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ് ആരോഹികൾ. നമ്മുടെ കുരുമുളകൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഹികൾക്ക് എക്സാമ്പിളാണ്. സോ വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഊർജ്ജ പിരമിഡുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞത്. ആൻസർ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഊർജ്ജ പിരമിഡ് എപ്പോഴും നിവർന്ന തരത്തിലുള്ളതായിരിക്കും. ഊർജ്ജ പിരമിഡ് അഥവാ എനർജി പിരമിഡ് എപ്പോഴും നിവർന്ന തരത്തിലുള്ളതായിരിക്കും. അപ്രൈറ്റ് മാനറിലുള്ളതായിരിക്കും എനർജി പിരമിഡ്. അത് ശരിയാണ്. കാരണം എനർജി പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലോട്ട് വരുന്ന സമയത്ത് എനർജി കുറയുകയാണ് ചെയ്യുന്നത്. ഓരോ ട്രോഫിക് ലെവലിൽ കഴിയുന്ന സമയത്തും എനർജി കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നിവർന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അപ്രൈറ്റ് മാനറായിട്ടായിരിക്കും എനർജി പിരമിഡ് എപ്പോഴും കാണപ്പെടുക. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പോഷണതലത്തിൽ നിന്നും അടുത്ത പോഷണതലത്തിലേക്ക് 10% ഊർജ്ജം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇതും ശരിയാണ്. ഈ ഒരു പ്രിൻസിപ്പിളിന് പറയുന്ന പേര് ലിൻഡെമാൻ ലോ ഓഫ് 10% എന്നാണ് പറയുന്നത്. 10% എനർജി മാത്രമാണ് അടുത്ത പോഷണതലത്തിലേക്ക്, അത് അടുത്ത ട്രോഫിക് ലെവലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാരണം 90% എനർജി ഓരോ പോഷണതലത്തിലുള്ള അല്ലെങ്കിൽ ഓരോ ട്രോഫിക് ലെവലിലുള്ള ആ ജീവി അതിൻ്റെ എനർജി നീഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ 90% എനർജി ഓരോ പോഷണതലത്തിലുള്ള ജീവിയും അവരുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതിന് ശേഷം 10% മാത്രമാണ് അടുത്ത പോഷണതലത്തിലേക്ക് കൊടുക്കുന്നത്. ആ പ്രിൻസിപ്പിൾ പറയുന്ന പേരാണ് ലിൻഡെമാൻ ലോ ഓഫ് 10%. സോ 90% എനർജി ലോസ് ചെയ്യുകയാണെന്ന് പറയാം. അതായത് ഓരോ ട്രോഫിക് ലെവലിലും അവർ ഉപയോഗിക്കുന്ന എനർജിയാണ് 90%. ഓക്കെ, സോ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് തെറ്റായി എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് ഊർജ്ജ പിരമിഡ് നിവർന്ന തരത്തിലുള്ളതോ തലക്കീഴായ രീതിയിൽ ഉള്ളതോ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അത് തെറ്റാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഊർജ്ജ പിരമിഡ് എപ്പോഴും നിവർന്ന തരത്തിലുള്ളതായിരിക്കും. എപ്പോഴും അപ്രൈറ്റ് മാനറായിരിക്കും എനർജി പിരമിഡ്. അല്ലാതെ തലകീഴായിട്ടുള്ള രീതിയിൽ ഉണ്ടാവില്ല. കാരണം എനർജി എപ്പോൾ നോക്കിയാലും ഓരോ സ്റ്റേജ് കഴിയുന്ന സമയത്തും ഓരോ പോഷണതലം കഴിയുന്ന സമയത്തും എനർജി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാവാൻ കാരണം ഇവിടെ പറയുന്നത് ഒന്നാമത്തെ പോഷണതലം പ്രാഥമിക ഉപഭോക്താക്കളെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. കാരണം ഒന്നാമത്തെ പോഷണതലം പ്രൊഡ്യൂസേഴ്സാണ്, അല്ലാതെ കൺസ്യൂമേഴ്സ് അല്ല, ഉപഭോക്താക്കളല്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ സസ്യങ്ങൾ, ആൽഗെ ഇവയൊക്കെയാണ് ഒന്നാമത്തെ പോഷണതലത്തിൽ വരിക. പ്രൊഡ്യൂസേഴ്സാണ് അവിടെ വരിക, അല്ലാതെ കൺസ്യൂമേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിലെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ സി ആണ്. ആദ്യം സസ്യപ്ലവക ഘട്ടം, പിന്നെ മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, പിന്നെ മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം, പിന്നെ പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, അത് കഴിഞ്ഞ് കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രമം. ഇപ്പോൾ എന്താണ് ഈ അനുക്രമം എന്ന് പറയുന്നത്? അനുക്രമം അതിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് സക്സഷൻ. ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയും. ഒരു പ്രത്യേക പ്രദേശത്തെ ജീവിവർഗങ്ങളുടെ വിന്യാസത്തിൽ സാവകാശമായുള്ളതും പ്രവചിക്കാൻ കഴിയുന്നതായിട്ടുള്ള തരത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ് അനുക്രമം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഹൈഡ്രാർക്ക് എന്നും സിറാർക്ക് എന്നും. ഹൈഡ്രാർക്ക് എന്ന് പറഞ്ഞാൽ ജലത്തിൽ നടക്കുന്ന അനുക്രമമാണ് ഹൈഡ്രാർക്ക്.
അതായത് ജലമുള്ള അവസ്ഥയിലുള്ള ഒരു പ്രദേശം മിതോഷ്ണ അവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് ഹൈഡ്രാർക്ക് സക്സഷൻ എന്ന് പറയുന്നത്. അതായത് കാലക്രമേണ സാവധാനത്തിൽ ഒരു തടാകം ഒരു വനമായിട്ട് മാറും. അത് ഒരു ഹൈഡ്രാർക്ക് അനുക്രമത്തിന് എക്സാമ്പിളാണ്. അതേപോലെ ക്സിറാർക്ക് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഏരിയയിൽ നടക്കുന്ന അനുക്രമമാണ്. വരണ്ട പ്രദേശങ്ങളിൽ നടക്കുന്ന അനുക്രമമാണ് ക്സിറാർക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു മരുപ്രദേശം പിന്നീട് സാവധാനത്തിൽ കാലക്രമേണ മിതോഷ്ണ അവസ്ഥയിലേക്ക് എത്തുന്നതാണ് ക്സിറാർക്ക് അനുക്രമം എന്ന് പറയുന്നത്. സോ ഈ ഹൈഡ്രാർക്ക് സക്സഷൻ്റെ ഒരു ഡയഗ്രാം +2 ബയോളജി NCERT-യിലുണ്ട്, അത് ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇതാണ് ഒരു ഹൈഡ്രാർക്ക് സക്സഷൻ്റെ എക്സാമ്പിൾ. ഹൈഡ്രാർക്ക് സക്സഷനും പിന്നെ പ്രൈമറി സക്സഷനും എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്ന ഈ ഡയഗ്രാം. അപ്പം ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സസ്യപ്ലവക ഘട്ടം അഥവാ ഫൈറ്റോപ്ലാങ്ക്ടൺ സ്റ്റേജാണ്. സെക്കൻഡാണ് മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം അഥവാ സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ് മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം അഥവാ സബ്മേർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ് സ്റ്റേജ്. ഇനി നാലാമത്തെ സ്റ്റേജാണ് പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം അഥവാ റീഡ് സ്വാം സ്റ്റേജ്. അഞ്ചാമത്തെ ഘട്ടമാണ് ചതുപ്പിലെ പുൽത്തകിടി ഘട്ടം അഥവാ മാർഷ് മെഡോ സ്റ്റേജ്. ആറാമത്തെ ഘട്ടമാണ് കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം അഥവാ സ്ക്രബ് സ്റ്റേജ്. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് വനം അല്ലെങ്കിൽ ഫോറസ്റ്റ് ആവുന്നത്. അതിനെയാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഹൈഡ്രാർക്ക് അനുക്രമണത്തിനും അഥവാ ഹൈഡ്രാർക്ക് സക്സഷനും പിന്നെ പ്രൈമറി സക്സഷനും എക്സാമ്പിളാണ്. ഓക്കെ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22. അപ്പോൾ UN എന്തുകൊണ്ട് മെയ് 22 ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആയിട്ട് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിൻ്റെ ഇനീഷ്യൽ ടെക്സ്റ്റ് അഡോപ്റ്റ് ചെയ്തത് ആ ദിവസമാണ്. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ്. അതിൻ്റെ ഇനീഷ്യൽ ടെക്സ്റ്റ് അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് മെയ് 22, 1992. സോ അതുകൊണ്ടാണ് മെയ് 22 UN ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞനാണ് നോർമൻ മേയർ. ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ട്, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്, ആ ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞനാണ് നോർമൻ മേയർ. നമ്മുടെ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു ഹോട്ട്സ്പോട്ടിന് എക്സാമ്പിളാണ്. ഇൻസിറ്റു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, സുവോളജിക്കൽ ഗാർഡൻ, ബയോസ്ഫിയർ റിസർവ്. ആൻസർ സുവോളജിക്കൽ ഗാർഡൻ. സുവോളജിക്കൽ ഗാർഡൻ അഥവാ സൂ എന്ന് പറയുന്നത് ഒരു എക്സിറ്റു മെത്തേഡ് ഓഫ് കൺസർവേഷൻ ആണ്. ബാക്കി തന്നിട്ടുള്ള 3 എണ്ണം നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്, ഇവ 3ഉം ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹിർസ്ഥല സംരക്ഷണ രീതി അല്ലാത്തത്, എക്സിറ്റു മെത്തേഡ് ഓഫ് കൺസർവേഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: മൃഗശാല, സസ്യോദ്യാനം, ദേശീയോദ്യാനങ്ങൾ, സഫാരി പാർക്കുകൾ. ആൻസർ ദേശീയോദ്യാനങ്ങൾ, നാഷണൽ പാർക്സ്. ദേശീയോദ്യാനം അഥവാ നാഷണൽ പാർക്ക് ഒരു ഇൻസിറ്റു മെത്തേഡ് ഓഫ് കൺസർവേഷൻ ആണ്. ഇവിടെ തന്നിട്ടുള്ള ബാക്കി 3 എണ്ണം മൃഗശാല അഥവാ സൂ, സസ്യോദ്യാനം അഥവാ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, സഫാരി പാർക്കുകൾ, ഈ 3 എണ്ണം എക്സിറ്റു മെത്തേഡ് ഓഫ് കൺസർവേഷന് എക്സാമ്പിളാണ്. ഓക്കെ. തന്നിട്ടുള്ളതിൽ വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: റോഡുകളുടെ നിർമ്മാണം, ഇന്ധനത്തിൻ്റെ വർദ്ധിച്ച ആവശ്യകത, വ്യാവസായിക വളർച്ച, സസ്യപരിപാലനം. ആൻസർ സസ്യപരിപാലനം. ഇവിടെ വനനശീകരണത്തിന് കാരണമാകാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. സോ സസ്യപരിപാലനം. ബാക്കി തന്നിട്ടുള്ള 3ഉം വനനശീകരണത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങളാണ്. വനമേഖലകളിൽ മണ്ണ് ജല സംരക്ഷണത്തിനായി താഴെ പറയുന്നവ നിർമ്മിച്ചു വരുന്നു. ആൻസർ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം തന്നിട്ടുള്ള 3ഉം വനമേഖലകളിലെ മണ്ണ് ജല സംരക്ഷണത്തിനായി ഉപയോഗിച്ചു വരുന്ന മെത്തേഡ്സ് ആണ്. മഴക്കുഴികൾ, ഗള്ളി പ്ലഗിംഗ്, ചെക്ക് ഡാമുകൾ. സോ മഴക്കുഴികൾ, ഗള്ളി പ്ലഗിംഗ്, ചെക്ക് ഡാമുകൾ, ഈ തന്നിട്ടുള്ള 3ഉം വനമേഖലകളിൽ മണ്ണ് ജല സംരക്ഷണത്തിനായി നിർമ്മിക്കുന്നവയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിൻ്റെ ഭാഗമായി വനാതിർത്തികളിൽ നിർമ്മിക്കുന്നതാണ്. ആൻസർ സി ആണ് 1, 2, 4. സൗരോർജ്ജ വേലി, ആന പ്രതിരോധ കിടങ്ങ്, റെയിൽ ഫെൻസിങ്. സോ മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിൻ്റെ ഭാഗമായി വനാതിർത്തികളിൽ നിർമ്മിക്കുന്നവയാണ് സൗരോർജ്ജ വേലി, ആന പ്രതിരോധ കിടങ്ങ്, റെയിൽ ഫെൻസിങ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ 2019 സർവേ റിപ്പോർട്ട് പ്രകാരം ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ബി ആണ്. 1, 2 ശരിയായിട്ടുള്ളത്.
ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുടെ 21.16% വനാവരണം ആണ്, ഫോറസ്റ്റ് കവറാണ്. വനാവരണം അഥവാ ഫോറസ്റ്റ് കവർ കൂടിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ യഥാക്രമം കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം എന്നിവയാണ് ആദ്യ 3 സ്ഥാനത്തുള്ളത്. അതും ശരിയാണ്. സോ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം ഇവിടെ പറയുന്നത് രാജ്യത്ത് കണ്ടൽക്കാടുകളുടെ വിസ്തൃതി 1.6% കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. 2019 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം മാംഗ്രൂവ് ഫോറസ്റ്റ് കണ്ടൽക്കാടുകളുടെ വിസ്തൃതി 1.1% കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് 54 സ്ക്വയർ കിലോമീറ്റർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? ആൻസർ ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? ഇലപൊഴിയും കാടുകൾ. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് പ്രയറീസ് ലൊക്കേറ്റ്സ് ഇൻ വിച്ച് കോണ്ടിനെൻറ്റ്? നോർത്ത് അമേരിക്ക. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് പ്രയറീസ് ലൊക്കേറ്റ്സ് ഇൻ വിച്ച് കോണ്ടിനെൻറ്റ്? നോർത്ത് അമേരിക്ക. കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വനവിഭാഗം ഇലപൊഴിയും ആർദ്രവനങ്ങൾ. കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വനവിഭാഗമാണ്, ഫോറസ്റ്റ് ടൈപ്പാണ് ഇലപൊഴിയും ആർദ്രവനങ്ങൾ. കേരളത്തിലെ ഇലപൊഴിയും ആർദ്രവനങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങളാണ് 1, 3, 4. മരുത്, വീട്ടി, തേക്ക്. സോ കേരളത്തിലെ ഇലപൊഴിയും ആർദ്രവനങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങളാണ് മരുത്, വീട്ടി, തേക്ക്. ഈ തന്നിട്ടുള്ള കമ്പകം എന്ന് പറയുന്നത് എവർഗ്രീൻ ട്രീ ആണ്. നിത്യഹരിത വനങ്ങളിൽ കാണുന്ന ഒരു വൃക്ഷമാണ് കമ്പകം എന്ന് പറയുന്നത്. ഓക്കെ. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ മൂവ്മെൻറ്റ് അഥവാ അപ്പിക്കോ പ്രസ്ഥാനം. വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ 2022 ഒബ്സർവ്ഡ് റീസെൻ്റ്ലി ഓൺ March 3? ആൻസർ റിക്കവറിംഗ് കീ സ്പീഷീസ് ഫോർ ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. സോ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് March 3 2022 വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുടെ തീം എന്ന് പറയുന്നത് റിക്കവറിംഗ് കീ സ്പീഷീസ് ഫോർ ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. സോ ഇവിടെ പൈതൃക മൃഗമാണ് ചോദിച്ചിട്ടുള്ളത്, അത് എലഫൻ്റ് ആണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം നമുക്കറിയാം കടുവ. സോ ഇവിടെ ചോദിച്ചത് പൈതൃക മൃഗമാണ്. ഓക്കെ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏത്? ബുദ്ധമയൂരി, പാപ്പിലിയോ ബുദ്ധ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി അഥവാ പാപ്പിലിയോ ബുദ്ധ. 1952 ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ട ജീവിയാണ് ചീറ്റ. 1952 ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ട ജീവിയാണ് ചീറ്റ. സഹ്യപർവ്വത നിരകളിൽ തദ്ദേശീയമായി മാത്രം കാണപ്പെടുന്ന ജീവിയാണ് 1, 2, 3. സിംഹവാലൻ കുരങ്ങ്, വരയാട്, കരിങ്കുരങ്ങ്. സോ നമുക്കറിയാം സിംഹവാലൻ കുരങ്ങിനെ കാണുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കിലാണ്. വരയാടിനെ നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കിൽ കാണാം. ഓക്കെ. സോ സഹ്യപർവ്വത നിരകളിൽ തദ്ദേശീയമായി മാത്രം കാണപ്പെടുന്ന ജീവികളാണ് സിംഹവാലൻ കുരങ്ങ്, വരയാട്, കരിങ്കുരങ്ങ്. ഈ മലയണ്ണാൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘാട്ടിൽ മാത്രമല്ല ഈസ്റ്റേൺ ഘാട്ടിലും സത്പുര റേഞ്ചിലൊക്കെ കാണുന്നതാണ് മലയണ്ണാൻ. ഓക്കെ. സോ മലയണ്ണാനും വെസ്റ്റേൺ ഘാട്ടിലുണ്ട്. സഹ്യപർവ്വത നിരകളിൽ മലയണ്ണാനും കാണപ്പെടുന്നുണ്ട്. പക്ഷേ അവ അവിടെ മാത്രമല്ല ഈസ്റ്റേൺ ഘാട്ടിലും സത്പുര റേഞ്ചിലൊക്കെ മലയണ്ണാനുണ്ട്. ഓക്കെ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിൽ ആണ് കടുവകൾ കാണപ്പെടുന്നത്? വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ. സോ സുന്ദർബൻസ് കണ്ടൽക്കാടുകളിൽ, സുന്ദർബൻസ് മാംഗ്രൂവ് ഫോറസ്റ്റിലാണ് കടുവകൾ കാണപ്പെടുന്നത്. അതെവിടെയാണ്? വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ. ഇനിയുടെ 2 ലിസ്റ്റുകൾ ചേർക്കാനാണ് തന്നിട്ടുള്ളത്. കുറച്ച് ആനിമൽസിൻ്റെ സയൻറ്റിഫിക് നെയിമും അവ കാണുന്ന സ്ഥലങ്ങളുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ഡി ആണ്. സോ ഹൈഡ്രോഡമാലിസ് ഗിഗാസ് എന്ന് പറയുന്നത് ഒരു തരം സീക്കവ് ആയിരുന്നു. റഷ്യയിൽ കണ്ടിരുന്ന ഒരു തരം സീക്കവ് ആയിരുന്നു ഹൈഡ്രോഡമാലിസ് ഗിഗാസ് എന്ന് പറയുന്നത്. ഇനി റാഫസ് കുക്കുല നമുക്കൊക്കെ അറിയുന്നതാണ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ റാഫസ് കുക്കുലയുടെ നോട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. റാഫസ് കുക്കുല അഥവാ ഡോഡോ ബേർഡ്.
നമുക്കറിയാം മനുഷ്യർ വേട്ടയാടിയതിൻ്റെ ഭാഗമായിട്ട് വംശനാശം സംഭവിച്ച ഒരു ബേർഡാണ് ഡോഡോ ബേർഡ്. സോ റാഫസ് കുക്കുല അഥവാ ഡോഡോ ബേർഡ് എന്ന് പറയുന്നത് മൗറീഷ്യസിലെ ഐലൻഡ്സിൽ കണ്ടുവന്നിരുന്ന ഒരു ബേർഡായിരുന്നു. തൈലാസിനസ് സൈനോസെഫലസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന ഒരു ടൈഗറാണ്. അതിൻ്റെ വേറെ പേരാണ് ടസ്മാനിയൻ ടൈഗർ. സോ തൈലാസിനസ് സൈനോസെഫലസ് അഥവാ ടസ്മാനിയൻ ടൈഗർ, ഓസ്ട്രേലിയ. അടുത്തതാണ് ഇക്വസ് ക്വാഗ ക്വാഗ. ഇതിനെപ്പറ്റിയും 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഇക്വസ് ക്വാഗ ക്വാഗ എന്ന് പറയുന്നത് ഒരു തരം സീബ്രയാണ്. ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു തരം സീബ്രയാണ് ഇക്വസ് ക്വാഗ ക്വാഗ. സോ ഹൈഡ്രോഡമാലിസ് ഗിഗാസ് ഒരു തരം സീക്കവ് ആണ്, റഷ്യ. റാഫസ് കൊക്കുല അഥവാ ഡോഡോ ബേർഡ്, ഐലൻഡ്സ് ഓഫ് മൗറീഷ്യസ്. തൈലാസിനസ് സൈനോസെഫലസ്, ടസ്മാനിയൻ ടൈഗർ, ഓസ്ട്രേലിയ. ഇക്വസ് ക്വാഗ ക്വാഗ ഒരു തരം സീബ്രയാണ്, ആഫ്രിക്ക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക്, ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം നാഷണൽ പാർക്ക്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആൻസർ ബി ആണ്. 3, 4 തെറ്റായിട്ടുള്ള ജോഡി. ഇരവികുളം വന്യജീവി സങ്കേതം, നെയ്യാർ ദേശീയോദ്യാനം, ഇവ രണ്ടുമാണ് തെറ്റായിട്ടുള്ള ജോഡി. ഇരവികുളം എന്ന് പറയുന്നത് ഒരു ദേശീയ ഉദ്യാനമാണ്. നെയ്യാർ എന്ന് പറയുന്നത് ഒരു വന്യജീവി സങ്കേതമാണ്. സോ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, ഇരവികുളം ഒരു നാഷണൽ പാർക്കാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും തെറ്റായത്. തന്നിട്ടുള്ള ബാക്കി രണ്ടും ശരിയായതാണ്. സൈലന്റ് വാലി ഒരു ദേശീയോദ്യാനമാണ്, ചെന്തുരുണി ഒരു വന്യജീവി സങ്കേതമാണ്. സോ സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം. ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം. 2011 മാർച്ച് 1-ാം തീയതി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. 2011 മാർച്ച് 1-ാം തീയതി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപീകൃതമായ സങ്കേതമാണ് കുറിഞ്ഞിമല. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപീകൃതമായ സങ്കേതമാണ് കുറിഞ്ഞിമല. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം കരിമ്പുഴ. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം കരിമ്പുഴ. താഴെ കൊടുത്തിരിക്കുന്ന സംരക്ഷിത മേഖലകളിൽ വന്യജീവി സങ്കേതം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഡി ആണ്, 1 ഓൺലി. സൈലന്റ് വാലി ഒരു വന്യജീവി സങ്കേതമല്ല. സൈലന്റ് വാലി ഒരു നാഷണൽ പാർക്കാണ്, ഒരു ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. തന്നിട്ടുള്ള ബാക്കി 3 വന്യജീവി സങ്കേതങ്ങളാണ്. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, മംഗളവനം വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറി അഥവാ വന്യജീവി സങ്കേതം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞത്. ആൻസർ എ ആണ്, 1ഉം 2ഉമാണ് ശരിയായത്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. ഇത് രണ്ടും ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. ഇനി ഈ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം ഇവിടെ പറയുന്നത് 2019 ജൂലൈ 6-ാം തീയതി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. കാരണം കരിമ്പുഴ വന്യജീവി സങ്കേതം ഇനാഗ്രേറ്റ് ചെയ്തത് 2020 ജൂലൈ 3-നാണ്. സോ 2020-ലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ഇനാഗ്രേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്.
ആൻസർ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായത്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂരാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരമാണ്. സോ പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. ഇതിൽ ഒന്നാമത്തെ ജോഡി എന്തുകൊണ്ട് തെറ്റായെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറം എന്നാണ് കൊടുത്തിട്ടുള്ളത്. പറമ്പിക്കുളം എവിടെയാണ്? പാലക്കാടാണ്. സോ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറി പാലക്കാടാണ്. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തട്ടേക്കാട്, ചൂലന്നൂർ, മംഗളവനം, ചിന്നാർ. ആൻസർ ചിന്നാർ. സോ ചിന്നാർ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ബാക്കി 3ഉം പക്ഷി സങ്കേതങ്ങളാണ്. സോ തട്ടേക്കാട് ഒരു പക്ഷി സങ്കേതമാണ്, ഒരു ബേർഡ് സാങ്ച്വറിയാണ്. മംഗളവനം ഒരു ബേർഡ് സാങ്ച്വറിയാണ്. ചൂലന്നൂർ ബേർഡ് സാങ്ച്വറിയാണ്. ചിന്നാർ എന്ന് പറയുന്നത് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, വന്യജീവി സങ്കേതമാണ് ചിന്നാർ. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ആണ് പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാർ. വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യൻ ഗ്രേ ഹോൺബിൽസ് were recently introduced in which sanctuary? ഗിർ നാഷണൽ പാർക്ക്. ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ were recently introduced in which sanctuary? ഗിർ നാഷണൽ പാർക്ക്. താഴെ കൊടുത്തിരിക്കുന്ന സവിശേഷതകൾ ഏത് ജൈവമണ്ഡല റിസർവിനെ കുറിച്ചാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ്, ജൈവമണ്ഡല റിസർവ് അഥവാ ബയോസ്ഫിയർ റിസർവ്. ഇവ ഉൾപ്പെടുന്ന പ്രദേശം ലോക പൈതൃക പട്ടികയിൽ 2012 യുനെസ്കോ ഉൾപ്പെടുത്തി. നാഗർഹോളെ ദേശീയോദ്യാനം ഇതിൻ്റെ ഭാഗമാണ്. വരയാട്, കരിങ്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ് എന്നിവയുടെ ആവാസ വ്യവസ്ഥ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുന്ന ജൈവമണ്ഡല റിസർവ് അഥവാ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നീലഗിരിയാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. സോ ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവ് യുനെസ്കോയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാഗർഹോളെ ദേശീയോദ്യാനം നീലഗിരിയുടെ ഭാഗമാണ്. സോ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ മറ്റു ഭാഗങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, പിന്നെ കർണാടകയിലുള്ള നാഗർഹോളയും ബന്ദിപ്പൂർ ടൈഗർ റിസർവും. ഇവ രണ്ടും നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ്. പിന്നെ തമിഴ്നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള മുതുമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും മുകുർദി നാഷണൽ പാർക്കും ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ്. പിന്നെ വരയാട്, കരിങ്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ് എന്നിവയുടെ ആവാസ കേന്ദ്രമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ നീലഗിരി ബയോസ്ഫിയർ റിസർവ്? ആൻസർ സി ആണ്. ബോത്ത് 1 and 2. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് extends across the states of Tamil Nadu, Kerala and Karnataka. Nilagiri Biosphere Reserve is a part of the UNESCO's Man and Biosphere Reserve program. So ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. Nilagiri Biosphere Reserve extends across the states of Tamil Nadu, Kerala and Karnataka. It is a part of the UNESCO's Man and Biosphere Reserve program. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. Which article of the Constitution of India mandates that the state shall endeavour to protect and improve environment and to safeguard the forest and wildlife of the country? Answer C ആണ്. Article 48A. So, which article of the Constitution of India mandates that the state shall endeavour to protect and improve the environment and to safeguard the forest and wildlife of the country? Article 48A. കേന്ദ്ര വന സംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഏത് വർഷത്തിലാണ് പ്രാബല്യത്തിൽ വന്നത്? 1980. കേന്ദ്ര വന സംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രാബല്യത്തിൽ വന്ന വർഷം 1980. ഒരു സസ്യത്തെ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പട്ടിക 6 ഷെഡ്യൂൾ 6 ഉൾപ്പെടുത്തിയാൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? ആൻസർ ഡി ആണ്. കൃഷി ചെയ്യണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണ്. സോ ഏതെങ്കിലും ഒരു സസ്യത്തെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 6 ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ അർത്ഥം ആ സസ്യത്തെ കൃഷി ചെയ്യണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണ്. അങ്ങനെയുള്ള സസ്യങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ് ബ്ലൂ വാണ്ട, റെഡ് വാണ്ട, പിക്ചർ പ്ലാന്റ്. അവയൊക്കെയാണ് ഷെഡ്യൂൾ 6 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള സസ്യങ്ങളെയൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണ്. 1927 ഇന്ത്യൻ വന നിയമം പ്രകാരം ശരിയായ വസ്തുത കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഡി ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒരു വനമേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. സോ 1927 ഇന്ത്യൻ വന നിയമ പ്രകാരം ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്
ഒരു വനമേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാനുള്ള കാരണം ഇവിടെ പറയുന്നത് സംരക്ഷിത വനങ്ങൾ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് പരിപാലിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് തെറ്റാണ്. കേന്ദ്ര സർക്കാർ അല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആയിട്ട് സംരക്ഷിത വനങ്ങളായിട്ട് ഒരു ലാൻഡ് ഏരിയനെ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. സോ അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം ഇവിടെ പറയുന്നത് റിസർവ് വനത്തിൽ മുൻകൂർ അനുമതി ഇല്ലാതെ കന്നുകാലികളെ മേയ്ക്കുന്നതിനുള്ള അധികാരം തദ്ദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. അതും തെറ്റാണ്. കാരണം റിസർവ് ഫോറസ്റ്റിൽ ലോക്കൽ പീപ്പിൾസിന് അങ്ങനെ പോകാൻ പറ്റില്ല. ലോക്കൽ പീപ്പിൾസ് പ്രൊഹിബിറ്റഡ് ആണ് അൺലെസ് സ്പെഷ്യലി അലൗഡ് ബൈ ദ ഫോറസ്റ്റ് ഓഫീസർ. ഫോറസ്റ്റ് ഓഫീസറുടെ സ്പെഷ്യൽ അനുമതി ഇല്ലാതെ റിസർവ് ഫോറസ്റ്റിൽ അങ്ങനെ പോകാൻ പറ്റില്ല. സോ ഈ റിസർവ് വനത്തിൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഫെല്ലിംഗ് ഓഫ് ട്രീസ് കട്ട് ചെയ്യുന്നത്, സെറ്റിംഗ് ഫയർ, ട്രസ്പാസിങ്, പിന്നെ പെർമിറ്റിംഗ് കാറ്റിൽസ് ടു ട്രസ്പാസ്, കാറ്റിൽസിനെ ഈ റിസർവ് വനത്തിലോട്ട് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഈ 1927 ഇന്ത്യൻ വന നിയമപ്രകാരം നമുക്ക് 3 തരത്തിലുള്ള ഫോറസ്റ്റാണുള്ളത്. റിസർവ്ഡ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, വില്ലേജ് ഫോറസ്റ്റ്. ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ്? വനസംരക്ഷണ നിയമം, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. സോ ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ്? വനസംരക്ഷണ നിയമം അഥവാ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. വന്യജീവി സംരക്ഷണ നിയമം 1972 പ്രകാരം ഏത് ഷെഡ്യൂളിൽപ്പെടുത്തിയാണ് കാട്ടുപോത്ത് അഥവാ ഇന്ത്യൻ ഗോർ സംരക്ഷിക്കപ്പെടുന്നത്? ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1-ൽ ഏതെങ്കിലും ഒരു ആനിമലിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആനിമൽ. സോ ഷെഡ്യൂൾ 1 ലിസ്റ്റിലുള്ള ആനിമൽസ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ഉള്ളത്. ഷെഡ്യൂൾ 2 നോക്കുമ്പോൾ ഷെഡ്യൂൾ 1-നേക്കാളും പ്രൊട്ടക്ഷൻ കുറവായിരിക്കും. ഷെഡ്യൂൾ 3 ആണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ 1-നേക്കാളും 2-നേക്കാളും പ്രൊട്ടക്ഷൻ കുറവായിരിക്കും. അങ്ങനെയാണ് പോകുന്നത്. സോ ഇവിടെ ഇന്ത്യൻ ഗോർ അഥവാ കാട്ടുപോത്ത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972-ൻ്റെ ഷെഡ്യൂൾ 1-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കടുവയും ആനയും ഒക്കെ ഷെഡ്യൂൾ 1-ലാണ് ഉള്ളത്. വന്യജീവി സംരക്ഷണ നിയമം 1972 ഷെഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്ന വന്യമൃഗങ്ങളാണ്. ആൻസർ സി ആണ്. 1, 3, 4. ആന, കാട്ടുപോത്ത്, കടുവ, ഇവ 3-മാണ് തന്നിട്ടുള്ളതിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972-ൻ്റെ ഷെഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് വെറും മാൻ എന്നാണ് തന്നിട്ടുള്ളത്. അതായത് ചീറ്റാളാണ്, സ്പോട്ടഡ് ഡിയറിനെയാണ് നമ്മൾ മാൻ എന്ന് പറയുന്നത്. ആ സ്പോട്ടഡ് ഡിയർ അഥവാ ചീറ്റാൾ എന്ന് പറയും, CHITAL. അവ ഷെഡ്യൂൾ 3-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ മാനിനെ ഷെഡ്യൂൾ 3-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇവിടെ ഈ തന്നിരിക്കുന്ന മാൻ സ്പോട്ടഡ് ഡിയർ ആണ്, അത് ഷെഡ്യൂൾ 3-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വേറെ മാനുകളുണ്ട്. നമ്മൾ കസ്തൂരിമാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കസ്തൂരിമാൻ അഥവാ മസ്ക് ഡിയർ, പിന്നെ സാങ്കായ് ഡിയർ, സ്വാമ്പ് ഡിയർ, ഇങ്ങനെയുള്ള മാനുകളൊക്കെ ഷെഡ്യൂൾ 1-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കസ്തൂരിമാൻ അഥവാ മസ്ക് ഡിയർ ഒക്കെ ഷെഡ്യൂൾ 1-ലാണ്. ഇവിടെ ഈ സിമ്പിളായിട്ട് മാൻ എന്നാണ് തന്നിട്ടുള്ളത്. അത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് സ്പോട്ടഡ് ഡിയർ, പുള്ളിമാനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഷെഡ്യൂൾ 3-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ആന, കാട്ടുപോത്ത്, കടുവ ഇവ 3-ഉം ഷെഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആനിമൽസ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷമാണ് 1952. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം 1952. വനങ്ങൾ പരിപാലിക്കപ്പെടുന്നതിന് തയ്യാറാക്കപ്പെടുന്ന വർക്കിംഗ് പ്ലാനിൻ്റെ കാലാവധി 10 വർഷമാണ്. വനങ്ങൾ പരിപാലിക്കപ്പെടുന്നതിന് തയ്യാറാക്കപ്പെടുന്ന വർക്കിംഗ് പ്ലാനിൻ്റെ കാലാവധി 10 വർഷം. The first CRZ notification was issued under Dash Act in the year Dash. CRZ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ. അത് ഇഷ്യൂ ചെയ്ത ആക്ട് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് 1986. അതിൻ്റെ വർഷം 1991 സോ ദ ഫസ്റ്റ് CRZ നോട്ടിഫിക്കേഷൻ, കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ വാസ് ഇഷ്യൂഡ് അണ്ടർ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇൻ ദ ഇയർ 1991. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം രൂപീകരിക്കപ്പെടേണ്ട കമ്മിറ്റിയാണ് ഫോറസ്റ്റ് റൈറ്റ്സ് കമ്മിറ്റി. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം രൂപീകരിക്കപ്പെടേണ്ട കമ്മിറ്റിയാണ് ഫോറസ്റ്റ് റൈറ്റ്സ് കമ്മിറ്റി.
ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം വനവാസി സമൂഹങ്ങൾക്ക് വനത്തിനകത്ത് നിന്നും തടിയേതര വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അവകാശം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ 2 മാത്രമാണ്, സാമൂഹിക വനാവകാശമാണ്. സോ ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം വനവാസി സമൂഹങ്ങൾക്ക് വനത്തിനകത്ത് നിന്നും തടിയേതര വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അവകാശം സാമൂഹിക വനാവകാശത്തിൽ പെടുന്നതാണ്, അഥവാ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റിസോഴ്സ് റൈറ്റ് എന്ന് പറയും. സോ സാമൂഹിക വനാവകാശം അഥവാ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റിസോഴ്സ് റൈറ്റ്. ഇനി തന്നിട്ടുള്ള ബാക്കി 2 അവകാശങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യക്തിഗത വനാവകാശം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നത് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ആണ്. മാക്സിമം 4 ഹെക്ടേഴ്സ് ഏരിയ വരെയുള്ള വനത്തിൽ ഫാം ചെയ്യാനുള്ള അവകാശം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ വ്യക്തിഗത വനാവകാശത്തിൽ പെടുന്നതാണ്. അതിനകത്താണ് ഓണർഷിപ്പ് ഓഫ് ലാൻഡിനെ പറ്റി പറയുന്നത്. ഇനി വികസനാവകാശം അഥവാ റിലീഫ് ആൻഡ് ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് എന്ന് പറയുന്നത് അതിനകത്താണ് റീഹാബിലിറ്റേഷനെ പറ്റി പറയുന്നത്. സോ വനവാസി സമൂഹങ്ങൾക്ക് വനത്തിനകത്ത് നിന്നും തടിയേതര വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത് സാമൂഹിക വനാവകാശത്തിലാണ്. വന്യജീവി ആക്രമണം മൂലം അപകടം സംഭവിക്കുന്ന അവസ്ഥയിൽ ചികിത്സാ ധനസഹായമായി നിലവിൽ അനുവദിക്കാവുന്ന പരമാവധി തുക എത്രയാണ്? 1,00,000. വന്യജീവി ആക്രമണം മൂലം അപകടം സംഭവിക്കുന്ന അവസ്ഥയിൽ ചികിത്സാ ധനസഹായമായി നിലവിൽ അനുവദിക്കാവുന്ന പരമാവധി തുകയാണ് 1,00,000. താഴെ പറയുന്ന ഏത് ജീവിയിൽ നിന്നുള്ള ആക്രമണത്തിൽ മരിച്ചാലാണ് 1980 റൂൾസ് ഫോർ കോമ്പൻസേഷൻ ടു ദി വിക്ടിംസ് ഓഫ് വൈൽഡ് ലൈഫ് അറ്റാക്ക് പ്രകാരം നഷ്ടപരിഹാരത്തിന് അർഹത ഇല്ലാത്തത്? തേനീച്ച. സോ തേനീച്ചയിൽ നിന്നുള്ള ആക്രമണത്തിൽ മരിച്ചാൽ 1980 റൂൾസ് ഫോർ കോമ്പൻസേഷൻ ടു ദി വിക്ടിംസ് ഓഫ് വൈൽഡ് ലൈഫ് അറ്റാക്ക് പ്രകാരം നഷ്ടപരിഹാരത്തിന് അർഹത ഉണ്ടാവില്ല. കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയരേഖ അംഗീകരിച്ച വർഷമാണ് 2021. കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയരേഖ അംഗീകരിച്ച വർഷം 2021. Which one of the following authorities is empowered to declare that it has been declared to constitute any land as reserved forest? റിസർവ്ഡ് ഫോറസ്റ്റ് ആയിട്ട് ഒരു ലാൻഡിനെ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരമുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. സോ റിസർവ്ഡ് ഫോറസ്റ്റ് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. പ്രൊജക്റ്റ് എലഫൻറ്റ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഇവിടെ ബി ആണ്. 2, 3 ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ്. നാട്ടാനകളുടെ ക്ഷേമവും പരിപാലനവും പ്രൊജക്റ്റ് എലഫൻറ്റ് എന്ന ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അത് ശരിയാണ്. കേരളത്തിൽ ഉള്ള 4 ആന സംരക്ഷണ റിസർവുകളിൽ ഒന്നാണ് നിലമ്പൂർ. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സുമാണ് പ്രൊജക്റ്റ് എലഫൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ നാട്ടാനകളുടെ ക്ഷേമവും പരിപാലനവും പ്രൊജക്റ്റ് എലഫൻറ്റ് പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഉള്ളതാണ്. കേരളത്തിൽ ഉള്ള 4 ആന സംരക്ഷണ റിസർവുകൾ എലഫൻറ്റ് റിസർവ്സിൽ ഒന്നാണ് നിലമ്പൂർ. സോ കേരളത്തിലുള്ള 4 എലഫൻറ്റ് റിസർവ്സ് ഏതൊക്കെയാണ്? വയനാട് എലഫൻറ്റ് റിസർവ്, നിലമ്പൂർ എലഫൻറ്റ് റിസർവ്, ആനമല എലഫൻറ്റ് റിസർവ്, പെരിയാർ എലഫൻറ്റ് റിസർവ്. ഈ 4 കേരളത്തിലുള്ള എലഫൻറ്റ് റിസർവ്സ്. വയനാട്, നിലമ്പൂർ, ആനമല, പെരിയാർ എലഫൻറ്റ് റിസർവ്സ്. ഇനി അഗസ്ത്യമല, ആനമല, നീലഗിരി ഇവിടെയൊക്കെ എലഫൻറ്റ് റിസർവ്സ് ഉണ്ട്. പക്ഷേ അതൊക്കെ തമിഴ്നാട്ടിലാണ്. ഓക്കെ. സോ ഇന്ത്യയിൽ മൊത്തത്തിൽ 33 എലഫൻറ്റ് റിസർവും അതിൽ 4 എലഫൻറ്റ് റിസർവ് കേരളത്തിലുമാണ് ഉള്ളത്. ഇനി ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതിന് കാരണം ഇവിടെ പറയുന്നത് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ 1973 നടപ്പിലാക്കി തുടങ്ങിയെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. പ്രൊജക്റ്റ് എലഫൻറ്റ് 1992 ലോഞ്ച് ചെയ്തത്. സോ പ്രൊജക്റ്റ് എലഫൻറ്റ് ലോഞ്ച് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1992. അതുകൊണ്ടാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. താഴെ കൊടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും ശരിയായി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ആൻസർ സി ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ്, കോയമ്പത്തൂർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, ഭോപ്പാൽ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഡെറാഡൂൺ. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ്, കോയമ്പത്തൂർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, ഭോപ്പാൽ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഡെറാഡൂൺ. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, ഷോർട്ട്ലി NTCA. അതിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ബി ആണ്, 2 ഓൺലി. രണ്ടാമതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്.
നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, ചെയർമാൻ എന്ന് പറയുന്നത് എൻവിയോൺമെൻറ്റ് മിനിസ്റ്ററാണ്, അല്ലാതെ പ്രധാനമന്ത്രിയല്ല. സോ ചെയർമാൻ ഓഫ് NTCA എന്ന് പറയുന്നത് എൻവിയോൺമെൻറ്റ് മിനിസ്റ്ററാണ്. മിനിസ്റ്റർ ഓഫ് എൻവിയോൺമെൻ്റ് ആണ് NTCAയുടെ ചെയർമാൻ. തന്നിട്ടുള്ള ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണല്ലോ. ജസ്റ്റ് വായിക്കാം. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് NTCA രൂപീകരിച്ചത്. ശരിയാണ്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് NTCA രൂപീകരിച്ചത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, കടുവ സങ്കേതങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ഉപജീവന താൽപ്പര്യം സംരക്ഷിക്കുക എന്നത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. സോ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും 1ഉം 3ഉം ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. The chairperson of the National Green Tribunal shall be appointed by the central government in consultation with the Chief Justice of the Supreme Court of India. The chairperson of the National Green Tribunal shall be appointed by the central government in consultation with the Chief Justice of Supreme Court of India. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം UNEP കുറിച്ച് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ആൻസർ D ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. 1972 UNEP രൂപീകരിച്ചത്. UNEPയുടെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയിലാണ്. ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ UNEPയുടെ മുഖ്യ കാര്യപരിപാടികളിൽ ഒന്നാണ്. സോ UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. 1972 UNEP രൂപീകരിച്ചത്. UNEPയുടെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയിലാണ്. ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ UNEPയുടെ മുഖ്യ കാര്യപരിപാടികളിൽ ഒന്നാണ്. IUCN ചുവപ്പ് പട്ടിക റെഡ് ലിസ്റ്റ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ആൻസർ B ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. വന്യജീവികളുടെ നിലനിൽപ്പിന് നേരിടുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അവയെ 9 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 9 കാറ്റഗറീസ് ആണ് ഉള്ളത്. ആ 9 കാറ്റഗറീസ് ആണ് എക്സ്റ്റിൻറ്റ്, എക്സ്റ്റിൻറ്റ് ഇൻ ദ വൈൽഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, വൾണറബിൾ, നിയർ ത്രെറ്റൻഡ്, ലീസ്റ്റ് കൺസേൺ, ഡാറ്റ ഡെഫിഷ്യൻറ്റ്, നോട്ട് ഇവാലുവേറ്റഡ്. ഇങ്ങനെ 9 കാറ്റഗറീസ് ആണ് IUCN റെഡ് ലിസ്റ്റിലുള്ളത്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, മലബാർ സിവറ്റ് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിൽ പെടുന്ന ജീവിയാണ്. മലബാർ സിവറ്റ് അഥവാ മലബാർ വെരുക് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് കാറ്റഗറിയിലാണ് വരുന്നത്. അതും ശരിയാണ്. സോ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇനി ഇവിടെയുള്ള 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അത് പറയുന്നത് 1992 കെനിയയിൽ നടന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സമ്മേളനത്തിൽ വെച്ചാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് കൊണ്ട് ചുവപ്പ് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം റെഡ് ലിസ്റ്റ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1964 റെഡ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് 1964 എന്നിട്ട് 1966 റെഡ് ഡാറ്റ ബുക്കായിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നത്. വോളിയം 1 റെഡ് ഡാറ്റ ബുക്കിൻ്റെ വോളിയം 1 1966 പബ്ലിഷ് ചെയ്യുന്നത്. സോ 1964 റെഡ് ലിസ്റ്റ് ഉണ്ടാക്കി എന്നിട്ട് റെഡ് ഡാറ്റ ബുക്കായിട്ട് വോളിയം 1 ആയിട്ട് അത് പബ്ലിഷ് ചെയ്തത് 1966 സോ അതുകൊണ്ടാണ് ഈ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. 2019 കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഷോർട്ട്ലി സൈറ്റ്സ് അതിൻ്റെ കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ അപ്പൻഡിക്സ് 1 ഉൾപ്പെടുത്തുവാൻ ഇന്ത്യ അവകാശപ്പെട്ട വന്യജീവിയാണ് നക്ഷത്ര ആമ, സ്റ്റാർ ടോർട്ടോയ്സ്. 2019 കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ അപ്പൻഡിക്സ് 1 ഉൾപ്പെടുത്തുവാൻ ഇന്ത്യ അവകാശപ്പെട്ട വന്യജീവിയാണ് സ്റ്റാർ ടോർട്ടോയ്സ് അഥവാ നക്ഷത്ര ആമ. താഴെ കൊടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര ദിനാചരണങ്ങൾ ശരിയായി ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ആൻസർ A ആണ്. മാർച്ച് 21 പറയുന്നത് അന്താരാഷ്ട്ര വനദിനമാണ്. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനമാണ്. മാർച്ച് 3 ലോക വന്യജീവി ദിനമാണ്. സോ മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനം, മാർച്ച് 3 ലോക വന്യജീവി ദിനം. റെഡ് പ്ലസ് പദ്ധതി താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി CBD. സോ റെഡ് പ്ലസ് പ്രോഗ്രാം തന്നിരിക്കുന്നതിൽ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. റെഡ് പ്ലസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റെഡ്യൂസിങ് എമിഷൻസ് ഫ്രം ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ആ റെഡ് പ്ലസ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തത് UNFCC ആണ്, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്.
ഈ ബയോഡൈവേഴ്സിറ്റിയും ക്ലൈമറ്റ് ചേഞ്ചും തമ്മിൽ ലിങ്ക്ഡ് ആണ്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാവും. സോ തന്നിരിക്കുന്നതിൽ നമുക്ക് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആയിട്ട് REDD+ ഇനീഷ്യേറ്റീവിനെ ലിങ്ക് ചെയ്യാം. The protocol amended in 1990 to protect the ozone layer by completely phasing out CFC is Montreal Protocol. So, the protocol amended in 1990 to protect the ozone layer by completely phasing out CFC is Montreal Protocol. The Ramsar Convention 1971 provides the conservation of wetland habitats. The Ramsar Convention 1971 provides for the conservation of wetland habitats. വെറ്റ്ലാൻഡ് ഹാബിറ്റാറ്റ്സ് അഥവാ തണ്ണീർത്തടങ്ങൾ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റംസാർ കൺവെൻഷൻ അഡോപ്റ്റ് ചെയ്തത്. റംസാർ ലിസ്റ്റ് പ്രകാരം കേരളത്തിലുള്ള ഒരു റംസാർ സൈറ്റാണ് വേമ്പനാട് കായൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ആൻസർ സി ആണ്. 1, 2, 4 കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ്. റംസാർ കൺവെൻഷൻ വാസ് ഹെൽഡ് ഇൻ ഇറാൻ ഡ്യൂറിങ് 1971. വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 2nd February every year in connection with the Ramsar Convention. The smallest Ramsar wetland site in India is Renuka wetland. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. സോ ദ റംസാർ കൺവെൻഷൻ വാസ് ഹെൽഡ് ഇൻ ഇറാൻ ഡ്യൂറിങ് 1971. വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 2nd February every year in connection with the Ramsar Convention. The smallest Ramsar wetland site in India is Renuka wetland. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ കാരണം ഇവിടെ പറയുന്നത് ദ ലാർജസ്റ്റ് റംസാർ കൺവെൻഷൻ സൈറ്റ് ഇൻ കേരള ഈസ് അഷ്ടമുടി ലേക്ക് എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അഷ്ടമുടി അല്ല കേരളത്തിലെ ലാർജസ്റ്റ് റംസാർ സൈറ്റ്, അത് വേമ്പനാട് ലേക്കാണ്. സോ വേമ്പനാട് കായലാണ് കേരളത്തിലെ ലാർജസ്റ്റ് റംസാർ സൈറ്റ്. ഓക്കെ. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. സോ മലവെള്ളപ്പാച്ചിൽ അഥവാ ഫ്ലാഷ് ഫ്ലഡ്. ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത് ദ ഫിനോമിനൻ ഓഫ് എ സഡൻ റൈസ് ഇൻ വാട്ടർ ലെവൽ ഡ്യൂ ടു ഹെവി റെയിൻഫോൾ എന്നാണ് പറയുന്നത്. ഓക്കെ. കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനത്തിനുള്ളിലും അതിർത്തികളിലും തെളിക്കുന്ന ഫയർ ലൈനിൻ്റെ വീതി എത്രയാണ്? 5.2 മീറ്റർ. കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനത്തിനുള്ളിലും അതിർത്തികളിലും തെളിക്കുന്ന ഫയർ ലൈനിൻ്റെ വീതിയാണ് 5.2 മീറ്റർ. താഴെ പറയുന്ന ഏത് 3 ഘടകങ്ങൾ ചേർന്നാണ് തീ ഉണ്ടാകുന്നത്? ഇന്ധനം, ചൂട്, ഓക്സിജൻ. സോ നമുക്കറിയാം ഫയർ ട്രയാങ്കിളിൽ എന്തൊക്കെയാണുള്ളത്? ഹീറ്റ്, ഫ്യൂൽ ആൻഡ് ഓക്സിജൻ. സോ ഫയർ ട്രയാങ്കിളിലുള്ള 3 എലമെൻറ്റ്സ് ചേർന്നാണ് തീ ഉണ്ടാകുന്നത്. അവയാണ് ഇന്ധനം, ചൂട്, ഓക്സിജൻ. പേപ്പർ, മരം, തുണികൾ തുടങ്ങിയവ കത്തുമ്പോൾ ഉണ്ടാകുന്ന തീ ഡാഷ് വിഭാഗത്തിൽ പെടുന്നു? എ ക്ലാസ് ഫയർ. പേപ്പർ, മരം, തുണികൾ തുടങ്ങിയവ കത്തുമ്പോൾ ഉണ്ടാകുന്ന തീ എ ക്ലാസ് ഫയർ വിഭാഗത്തിൽ പെടുന്നു. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് റേച്ചൽ കഴ്സൺ. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് റേച്ചൽ കഴ്സൺ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്? ജലമലിനീകരണം, ഭൂമി മലിനീകരണം, ശബ്ദമലിനീകരണം, വായുമലിനീകരണം. ആൻസർ വായു മലിനീകരണം. സോ തന്നിരിക്കുന്നതിൽ അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് വായു മലിനീകരണം. പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് ബൈ മെർക്കുറി കോസസ് മീനമാത ഡിസീസ്. പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് ബൈ മെർക്കുറി കോസസ് മീനമാത ഡിസീസ്. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടമാണ് വാഹനങ്ങളിൽ നിന്നുള്ള പുക. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടമാണ് വാഹനങ്ങളിൽ നിന്നുള്ള പുക. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ. ആൻസർ നൈട്രജൻ. തന്നിട്ടുള്ള ബാക്കി 3 ഹരിതഗൃഹവാതകങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ. ഇവ 3 ഹരിതഗൃഹവാതകങ്ങളാണ്. ഡാഷ് മേക്സ് അപ്പ് ദ മേജർ ഷെയർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് മേക്സ് അപ്പ് ദ മേജർ ഷെയർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. Which of the following statements are correct about greenhouse gas effect? Answer D ആണ്. All the statements are correct. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. നൈട്രസ് ഓക്സൈഡ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. മീഥേൻ ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ ഇവ 3 ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഭാരത് സ്റ്റേജ് മലിനീകരണ നിയന്ത്രണ മാനദണ്ഡം നിലവിൽ വന്നത് 2000-ലാണ്. ഭാരത് സ്റ്റേജ് BS മലിനീകരണ നിയന്ത്രണ മാനദണ്ഡം നിലവിൽ വന്നത് 2000-ലാണ്.
സോ 2000 മുതലാണ് ഇന്ത്യ യൂറോപ്യൻ എമിഷൻ സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റ് ചെയ്തത്. സോ യൂറോ സ്റ്റാൻഡേർഡ്സ് ആണ്, യൂറോ നോംസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. അതിനെ നമ്മൾ ഇന്ത്യയിൽ ഭാരത് സ്റ്റേജ് എന്നാണ് നെയിം ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഏതിലാണുള്ളത്? BS6-ലാണ്. 2020-ലാണ് BS6 വന്നത്. സോ ഭാരത് സ്റ്റേജ് മലിനീകരണ നിയന്ത്രണ മാനദണ്ഡം 2000-ലാണ് നിലവിൽ വന്നത്. നമ്മളത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ എമിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്, യൂറോ നോംസ് ആണ്. ഇനി BS6 നിലവിൽ വന്നത് 2020 തൊട്ടാണ്. ആഗോളതാപനം ഉണ്ടാക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓക്സിജൻ, നൈട്രസ് ഓക്സൈഡ്. ആൻസർ ഓക്സിജൻ ആണ്. തന്നിരിക്കുന്ന ബാക്കി 3 ഹരിതഗൃഹ വാതകങ്ങളാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്. ഇവ 3 ഹരിതഗൃഹ വാതകങ്ങളാണ്. താഴെ പറയുന്നവയിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യ വാതകം ഏത്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ. ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളലിൻ്റെയും അത് അന്തരീക്ഷത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതിൻ്റെയും തോത് സമാനമാക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേരാണ് നെറ്റ് സീറോ. ആഗോളതാപനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളലിൻ്റെയും അത് അന്തരീക്ഷത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതിൻ്റെയും തോത് സമാനമാക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേരാണ് നെറ്റ് സീറോ. ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകമാണ് തന്നിരിക്കുന്നതിൽ നൈട്രജൻ. ബാക്കി തന്നിട്ടുള്ള 3 നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇവ 3 ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ആൻസർ എ ആണ്. 1, 3 ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ്. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഇവിടെ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡ് ആണ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്. COHB അതാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ആ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനും ചേർന്നിട്ടാണ്. ഗ്ലോബൽ വാർമിംഗ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ reducing deforestation, cutting down use of fossil fuel. So, global warming can be controlled by reducing deforestation, cutting down use of fossil fuel. 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ആൻസർ സി ആണ്. 1, 3 ഗ്ലാസ്ഗോ COP26. സോ 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസ്, അതായത് യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ്, അത് നടന്നത് ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡ്, UK വെച്ചിട്ടാണ്. അത് 26ാമത്തെ COP ആണ്. 26ാമത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടിയാണ് 2021 നടന്നത്. വിച്ച് among the following is not a major element of sustainable development? Options: climate change, economic growth, social inclusion, environmental protection. Answer: climate change. So, climate change സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മേജർ എലമെൻ്റ് അല്ല. തന്നിട്ടുള്ള ബാക്കി 3 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മേജർ എലമെൻറ്റ്സ് ആണ്. എക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ ഇൻക്ലൂഷൻ, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അനിൽ അഗർവാൾ. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അനിൽ അഗർവാൾ. Which among the following statement is valid with regard to sustainable development? Answer C ആണ്. Both are correct. തന്നിരിക്കുന്ന 2 ശരിയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എക്കണോമി വേഴ്സസ് എൻവയോൺമെൻറ്റ്, പ്രസൻറ്റ് വേഴ്സസ് ഫ്യൂച്ചർ. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് പറയാം എക്കണോമി വേഴ്സസ് എൻവയോൺമെൻറ്റ് എന്ന് പറയാം, പ്രസൻറ്റ് വേഴ്സസ് ഫ്യൂച്ചർ എന്നും പറയാം. ഇത്രയാണ് 2022 എൻവയോൺമെൻറ്റൽ സയൻസിൽ നിന്നും വൈൽഡ് ലൈഫിൽ നിന്നും കേരള PSCക്ക് വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ. ഇതുപോലെ മറ്റു സബ്ജക്ട്സിൻ്റെ 2022 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.